G1 to 4 അല്ലെങ്കിൽ 4 to 1, H4 to 5. ഈ മോർ ഡെഫിനിഷൻ പാരലൽ എഡ്ജസ് എന്ന് പറയുന്നത് ലൂപ്പ് കണ്ടു. ഇനി ഒരു ഗ്രാഫിലുള്ള പാരലൽ എഡ്ജസ് ആണ്. ഇഫ് 2 or more edges of a graph G have the same end vertices, then these edges are called parallel. രണ്ട് എഡ്ജസിന് സെയിം എൻഡ് വെർട്ടിസസ് ആണ് ഉള്ളതെങ്കിൽ അതിനെയാണ് പാരലൽ എഡ്ജസ് എന്ന് വിളിക്കുന്നത്. If 2 or more edges of a graph G have the same end vertices, then these edges are called. ഇതൊക്കെ ഡെഫിനേഷൻ ചോദിക്കുന്നത് പാരലൽ എഡ്ജസ് എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പോൾ നമ്മുടെ ഫിഗർ 1 ഫിഗർ 1-2 E7 and E8 are parallel edges. ഇതാണ് 1-2 ഫിഗർ 1-2. E7 ഇതും പാരലൽ എഡ്ജസ് ആണ്. E7 E8 അതിന്റെ എൻഡ് വെർട്ടിസസ് ബിയും ഇയും ആണ്. സെയിം എൻഡ് വെർട്ടക്സ് ആണ് E7 E8 ഉള്ളത്. അങ്ങനെയുള്ള വെർട്ടക്സിനെ പാരലൽ എഡ്ജസ് എന്ന് പറയുന്നു. പാരലൽ എഡ്ജസ് ഇതിനെ ലൂപ്പ് എന്ന് പറയുന്നു. ഒരു എഡ്ജിന്റെ തന്നെ രണ്ട് എൻഡ് വെർട്ടിസസ് സെയിം ആണെങ്കിൽ അതിനെ ലൂപ്പ് എന്ന് പറയുന്നു. ഇനി വെർട്ടക്സ് ഓഫ് G is not the end of any edge is called isolated. ഒരു ഗ്രാഫിലെ ഒരു വെർട്ടക്സ് ഏതെങ്കിലും ഒരു എഡ്ജിന്റെ എൻഡ് വെർട്ടക്സ് അല്ലെങ്കിൽ അതിനെയാണ് ഐസൊലേറ്റഡ് വെർട്ടക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ പറയുന്ന ഗ്രാഫിൽ തന്നെ ഏതായിരുന്നു ഗ്രാഫ്? ഇതില് ഇപ്പൊ എല്ലാം നമ്മൾ വരച്ചു. ഇനി ഇവിടെ ഇങ്ങനെ ഒരു വെർട്ടക്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ ABCDEF എന്ന് പറയുന്ന ഒരു വെർട്ടക്സ് ഉണ്ടാകുന്നു വിചാരിക്കുക. ഈ വെർട്ടക്സ് ഒരു എഡ്ജിന്റെയും എൻഡ് വെർട്ടക്സ് ആയിട്ട് വരുന്നതല്ല. എഫ് എന്ന് പറയുന്ന വെർട്ടക്സ് ഒരു എഡ്ജിന്റെയും എൻഡ് വെർട്ടക്സ് അല്ല. ഇങ്ങനെയുള്ള വെർട്ടക്സിനെയാണ് ഐസൊലേറ്റഡ് വെർട്ടക്സ് എന്ന് പറയുന്നത്. ഐസൊലേറ്റഡ് വെർട്ടക്സ് isolated. The two vertices which are joined by an edge are said to be adjacent or neighbors. Vertices ആണ് adjacent vertices എന്നാണ് നമ്മുടെ ഡെഫിനിഷൻ പറയാൻ പോകുന്നത്. adjacent vertices എന്ന് പറഞ്ഞാൽ ഈ രണ്ട് വെർട്ടക്സ് തമ്മിൽ ഒരു എഡ്ജ് ഉണ്ടെങ്കിൽ അതിനെ adjacent vertices എന്ന് പറയും. ഇപ്പൊ ഈ ഫിഗറിൽ നോക്കിയാൽ C1 C2 adjacent vertices ആണ്. C1 ഉം C2 ഉം തമ്മിൽ ഒരു എഡ്ജ് ഉണ്ട്. C1 C2 തമ്മിൽ ഇതിനെ അഡ്ജസന്റ് വെർട്ടക്സ് എന്ന് പറയും. അതുപോലെ C1 C6 അഡ്ജസന്റ്, ഇവയ്ക്ക് തമ്മിൽ ഇടയ്ക്ക് ഒരു എഡ്ജ് ഉണ്ട്. അതേസമയം C1 C3 എടുത്തു കഴിഞ്ഞാൽ അത് അഡ്ജസന്റ് അല്ല, ഇത് തമ്മിൽ എഡ്ജ് ഇല്ല. ഇങ്ങനെ ഒരു എഡ്ജ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇതിനെ അഡ്ജസന്റ് വെർട്ടിസസ് എന്ന് പറയാം. അഡ്ജസന്റ് വെർട്ടിസസ് അല്ലെങ്കിൽ നെയ്ബേഴ്സ് എന്ന് പറയും. എഡ്ജ് ഇല്ലെങ്കിൽ അതിനെ അഡ്ജസന്റ് വെർട്ടിസസ് എന്ന് പറയത്തില്ല. രണ്ട് വെർട്ടക്സ് അഡ്ജസന്റ് ആകണമെങ്കിൽ അവയ്ക്ക് തമ്മിൽ ഇടയ്ക്ക് ഒരു എഡ്ജ് ഉണ്ടാവണം. The set of all neighbors of a fixed vertex V of G is called the neighborhood set of V. The set of all neighbors അല്ലെങ്കിൽ adjacent vertices. ഇപ്പോ നമ്മൾ C2 എന്ന് പറയുന്ന വെർട്ടക്സ് എടുത്താൽ C2 എന്ന് പറയുന്ന വെർട്ടക്സ് എടുക്കുക. ഇതുമായിട്ട് എഡ്ജ് ഷെയർ ചെയ്യുന്ന മറ്റുള്ള വെർട്ടക്സ് എന്ന് പറഞ്ഞാൽ C2 ഉം C3 ഉം C1 ഉം തമ്മിൽ ഒരു എഡ്ജ് ഉണ്ട്. അപ്പൊ C2വിന്റെ നെയ്ബർഹുഡിൽ വരുന്നത് ഫിഗറിൽ വേറെ നോട്ടിൽ വേറെ C2വിന്റെ നെയ്ബർഹുഡ് സെറ്റ് ഓഫ് C2 എന്ന് പറഞ്ഞാല് ഒന്ന് C1 വരും, പിന്നെ C6 വരും, പിന്നെ ഒന്ന് C4 വരും, പിന്നെ C3 വരും. ഇതാണ് അതിന്റെ നെയ്ബർഹുഡ് സെറ്റ് എന്ന് പറയുന്നത്. The set of all neighbors of a fixed vertex V of G is called the neighborhood set of V and is denoted by NV. ഈ ഫിഗറിൽ പറഞ്ഞിരിക്കുന്നത് in figure 1 C1 and C4 are adjacent
C1 and C4 are adjacent. C1 ഇത് C4 ഇത് തമ്മിലൊരു എഡ്ജ് ഉണ്ട്, അപ്പൊ ഇത് അഡ്ജസന്റ് വെർട്ടെക്സ് ആണ്. ബട്ട് C2 and C5 ആർ നോട്ട്. C2 C5 ഇവയ്ക്ക് തമ്മിൽ എഡ്ജ് ഇല്ല. C2 and C5 തമ്മിൽ എഡ്ജ് ഇല്ല, അപ്പൊ ഇത് നോൺ അഡ്ജസന്റ് ആണ്. ഇനി നെയ്ബർഹുഡ് സെറ്റ് ഓഫ് C3, C3യുടെ നെയ്ബർഹുഡ് സെറ്റിൽ വരുന്നത് C2 വരും, C4 വരും, C5 വരും. C2 C4 C5 മനസ്സിലായി പറഞ്ഞത്? മനസ്സിലായി സാർ. അപ്പൊ അത് കഴിഞ്ഞു. നെയ്ബർഹുഡ് സെറ്റിൽ സിമ്പിൾ ഗ്രാഫ്. A graph G is called a symbol if it has no loops and no parallel edges. ലൂപ്പ് ഉണ്ടായിരിക്കരുത്, പാരലൽ എഡ്ജസ് ഉണ്ടായിരിക്കരുത്, അങ്ങനെയുള്ള ഗ്രാഫിനെയാണ് സിമ്പിൾ ഗ്രാഫ് എന്ന് പറയുന്നത്. A graph is called a symbol if it has no loops and no parallel edges. ഇപ്പൊ ഈ ഫിഗറിൽ, ഈ താഴെ കാണുന്ന ഫിഗറിൽ ആണെങ്കിൽ ഇത് സിമ്പിൾ ഗ്രാഫ് അല്ല. ഇതിന് ഇവിടെ ഒരു ലൂപ്പ് ഉണ്ട്. ഈ ലൂപ്പ് അങ്ങ് എടുത്തു കളഞ്ഞാൽ ആ ലൂപ്പ് പോയി. ഇനി എന്താണ്? പാരലൽ എഡ്ജ് ഇവിടെ ഉണ്ട്. ഇതിൽ ഒരു എഡ്ജ് അങ്ങ് എടുത്തു കളഞ്ഞാൽ ഇത് സിമ്പിൾ ഗ്രാഫായി. എ ഗ്രാഫ് ഈസ് കോൾഡ് സിമ്പിൾ ഇഫ് ഇറ്റ് ഹാസ് നോ ലൂപ്സ്. ആകെ ഒരു ലൂപ്പ് ഇവിടെ ഉണ്ടായിരുന്നു, അത് എടുത്തു കളഞ്ഞു. പിന്നെ പാരലൽ എഡ്ജസ് ഇവിടെ ഉണ്ടായിരുന്നു, അതും കളഞ്ഞു. അത് കളഞ്ഞില്ലെങ്കിൽ ഇത് സിമ്പിൾ ഗ്രാഫ് അല്ല, ലൂപ്പും പാരലൽ എഡ്ജസും വരും. ഇനി ഗ്രാഫ് ഐസോമോർഫിസം. ഗ്രാഫ് ഐസോമോർഫിസം. ഐസോമോർഫിസം പറയണമെങ്കിൽ രണ്ട് ഗ്രാഫ് വേണം. രണ്ട് ഗ്രാഫ് തമ്മിലാണ് ഐസോമോർഫിസം വരുന്നത്. ഗ്രാഫ് G1 V1 E1. ഒന്നാമത്തെ ഗ്രാഫ് G1 and vertex set V1 and edge set E1 is said to be isomorphic to the graph G2 V2 E2. ഇതിന്റെ vertex set V2, edge set E2. If there is a one-to-one correspondence between the vertex sets V1 and V2. ഈ രണ്ട് ഗ്രാഫിലെ വെർട്ടെക്സ് സെറ്റ് തമ്മിൽ ഒരു 1-to-1 correspondence ഉണ്ടായിരിക്കണം. അതായത് സെയിം നമ്പർ ഓഫ് വെർട്ടക്സ് ഈ രണ്ട് ഗ്രാഫിലും ഉണ്ടായിരിക്കണം, സെയിം നമ്പർ ഓഫ് എഡ്ജസും ഉണ്ടായിരിക്കണം. ഈ പറയുന്ന വെർട്ടിസസ് തമ്മിൽ കണക്ട് ചെയ്യുന്ന എഡ്ജസും സെയിം ആയിരിക്കണം. There is a one-to-one correspondence between the vertex sets V1 and V2 and a one-to-one correspondence between the edge sets E1 and E2 in such a way that if E1 is an edge with the end vertices U1 and V1, അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ടാമത്തെ ഗ്രാഫിൽ then the corresponding edge G2 in G2 has its end vertices U2 and V2 which correspond to U1 and V1 respectively. Such a pair of ഇതൊക്കെ ചോദിക്കുന്ന ഡെഫിനിഷൻ. Define graph isomorphism. Such a pair of correspondence is called graph isomorphism. ഈ ഫിഗർ ക്ലാരിറ്റി ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് വരച്ചു വെക്കുക. അപ്പൊ ഇവിടെ വെർട്ടെക്സ് ഗ്രാഫ് ഐസോമോർഫിസം പറയുന്ന ഒരു ഫിഗർ ആണ്. നിങ്ങൾ സമയം എടുത്തോളൂ, അപ്പൊ ഇതൊക്കെ പോയാൽ മതി. ഞാൻ വരച്ചേക്കുന്നത് ഇത്ര ക്ലിയർ അല്ല. ഇവിടെ വെർട്ടെക്സ് ഇത് V1, ഇത് V2, ഇത് V3, ഇത് V4, അങ്ങനെ 4 വെർട്ടെക്സ്, 2 3 4 വെർട്ടെക്സ്. എഡ്ജസ് E1, E2, E3, E4 and E5. ഇതുമായിട്ട് ഐസോമോർഫിസം ഉള്ള ഒരു ഗ്രാഫാണ് അടുത്തത്. സർക്കിളൊന്നും കിട്ടത്തില്ല. ഇതിന്റെ
ഫിഗറിൽ എത്ര വെർട്ടെക്സ് ഉണ്ടോ അത്രയും ഇവിടെയും ഉണ്ട്, പേര് വേറെ ആണെന്നേ ഉള്ളൂ. ഇവിടെ V1 പകരം ഇവിടെ W1, V2 പകരം W2, V3 പകരം W3, V4 പകരം W4. ഇനി ഞാൻ പറയുന്ന എഡ്ജസ് എല്ലാം ഇവിടെ ഉണ്ടോ എന്ന് നോക്കുക. അതായത് V1 ഇവിടുത്തെ V1 V2 തമ്മിൽ E1 എന്ന് പറയുന്ന ഒരു എഡ്ജ് ഉണ്ട്. അപ്പൊ W1 W2 തമ്മിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് F1 എന്ന് പറയുന്ന എഡ്ജ്. അതുപോലെ V1 V4 തമ്മിൽ E3 എന്ന് പറയുന്ന ഒരു എഡ്ജ് ഉണ്ട്. അപ്പൊ ഇവിടെ W1 W4 തമ്മിൽ F3. അതേപോലെ V1 V2 V1 V4 അത് കഴിഞ്ഞു. ഇനി V2 V4 തമ്മിൽ E5 ഉണ്ട്. V2 വരുമ്പോൾ W2 W4 തമ്മിൽ F5 എന്ന് പറയുന്ന എഡ്ജ്. V2 V3 തമ്മിൽ E2 എന്ന് പറയുന്ന എഡ്ജ് ഉണ്ടെങ്കിൽ W2 W3 ഇവിടെ F2 എന്ന് പറയുന്ന എഡ്ജ്. ഇനിയുള്ളത് ഇതാണ് E4, അത് V3 V4 തമ്മിൽ, അത് ഇവിടെ F4. ഇതാണ് ഐസോമോർഫിസം എന്ന് പറയുന്നത്. സെയിം നമ്പർ ഓഫ് വെർട്ടെക്സ് സെറ്റ്, സെയിം നമ്പർ ഓഫ് എഡ്ജ് സെറ്റ്. ആ എഡ്ജ് ജോയിൻ ചെയ്യുന്നത് ഇവിടെ ഈ ഫിഗറിൽ ഏതൊക്കെ വെർട്ടെക്സ് തമ്മിലാണ് എഡ്ജ് വരുന്നത് അത് തന്നെ ഇവിടെയും വരണം. മനസ്സിലായോ ഐസോമോർഫിസം എന്താണെന്ന്? മനസ്സിലായി സർ. അപ്പൊ രണ്ടാമത്തെ ഫിഗർ അതൊക്കെ ഞങ്ങൾ കുത്തി വരച്ച പോലെ ആയിപ്പോയി. അത് ഞാൻ ഒന്നുകൂടെ വരയ്ക്കാം, ക്ലിയർ ആയിട്ട് വരയ്ക്കും. ഇത് വരച്ചു കഴിഞ്ഞോ? ഇത് വരച്ചു കഴിഞ്ഞെങ്കിൽ എന്നാ അടുത്തത് വരയ്ക്കാം. അടുത്തത് ഇതൊക്കെയാണ് വെർട്ടെക്സ്. V1 V2 V3 V4 V5 5 വെർട്ടെക്സ്. എഡ്ജസ് E1 E2 E3 E4 E5 E6. ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതുമായിട്ട് ഐസോമോർഫിക് ആയിട്ടുള്ള ഒരു ഗ്രാഫാണ് അടുത്തത്. സെയിം നമ്പർ ഓഫ് വെർട്ടിസസും എഡ്ജസും ഒക്കെ ഉള്ള ഒരു ഗ്രാഫ്. ഇവിടെ 1 2 3 4 5 വെർട്ടെക്സ് ഉണ്ട്. ഇവിടെ 4 ഒരെണ്ണം കൂടെ ഉണ്ട്. ഒന്നിവിടെ അപ്പൊ ഇതിനെ നെയിം ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. V2 ആണിത്. ഇത് V2, ഇത് V1 ആയെങ്കിൽ ശരിയാവത്തുള്ളൂ. V1 V2, ഇത് V3, ഇത് V4,
ഇത് V5. എങ്കിലും ആദ്യത്തെ ഫിഗറിലെ പോലെ എഡ്ജ് വരുള്ളൂ. അപ്പൊ ഇവിടെ V1 V3 തമ്മിൽ E2 ഉണ്ട്. ഇവിടെയും V1 V3 തമ്മിൽ E2. ഇതിങ്ങനെ വരും E2 V3 V1 തമ്മില് V3 തെറ്റിപ്പോയ V1 V3 രണ്ട് V3 ആണ്. ഇത് V2 ആണ്. ഇത് V2 V1 V2 E1. ഇപ്പൊ ശരിയായി. ഇത് E1 V2 V3 E2. തെറ്റുന്നുണ്ടോ? V1 V3 E2 E1 ഇവിടെ V1 V2 E1 P1 E2 E3 P1 V4. ഇത് E3 E4 എവിടെയാണ്? V2 V4 അപ്പൊ ശരിയാവുന്നില്ലത്. നെയിം പേര് കൊടുത്ത് ശരിയായില്ല. V2 V4 തമ്മിലൂടെ V4 ഉണ്ട്. നെയിം ചെയ്ത് ശരിയായില്ല. എന്നാൽ ഇത് V5 ആയെങ്കിൽ പറ്റുള്ളൂ. ഇത് V5 ആയെങ്കിൽ പറ്റുള്ളൂ. V5നോട് ചേർന്ന് കിടക്കുന്നത് V3 ആണ്. അപ്പൊ ഇത് V3. ഇത് തമ്മിലുള്ളത് E6. ഇനി V3യുമായിട്ട് V4ഉം V1ഉം കണക്റ്റഡ് ആണ്. V3യുമായിട്ട് V4ഉം V1ഉം V4 V1 V4 V1 V3യുമായിട്ട് V4 V1 V1ഉമായിട്ട് V2 V1ഉമായിട്ട് V2 V3 V4. അപ്പൊ ഇത് V2വുമായിട്ട് കണക്ഷൻ ഉള്ളത് V1 V4. അപ്പൊ ശരിയായി. ഇനി എഡ്ജ് മാർക്ക് ചെയ്താൽ V1 V2 ഇവിടെ E1 വരും. V2 V4 ഇവിടെ E4 വരും. V1 V4 E3 വരും. V1 V3 E2 വരും. V3 V4 E5 വരും. ഇതാണ് ഐസോമോർഫിസം എന്ന് പറയുന്നത്. ഈ അടുത്ത ഗ്രാഫ് ഇത് വരച്ചോ? അടുത്ത ഫിഗറിൽ ഇത് ക്ലിയർ ആണോ? അടുത്ത ഇതുപോലെ മാർക്ക് ചെയ്യാൻ നിൽക്കണ്ട. ഇത് ഒരു ഐസോമോർഫിസം ആണ്. വെർട്ടെക്സ് മാത്രം മാർക്ക് ചെയ്തിട്ടുണ്ട്. എഡ്ജ് നമ്മൾ വേണം മെനക്കെട്ട് ഇരുന്ന് മാർക്ക് ചെയ്യണം. V1 V2 V3 V4 വെർട്ടെക്സ് ഇങ്ങനെ ഒന്ന് കറുപ്പിച്ചേക്കുക. V4 V5 V6 V7 V8 8 വെർട്ടെക്സ്. ഇതുമായിട്ട് ഐസോമോർഫിക് ആയിട്ടുള്ളതാണ്
പുറത്ത് കൊടുത്തിരിക്കുന്ന ഈ ഗ്രാഫ്. ഇവിടെ 8 വെർട്ടക്സ് ആണ്. V1, V2, V3, V4, 1, 3. V1 മാർക്ക് ചെയ്താലും കുഴപ്പമില്ല. പിന്നെ ഒരെണ്ണമാണ് ഇത്. ഇവിടെ 10 വെർട്ടക്സ് ആണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 വെർട്ടക്സ്. എഡ്ജസ് 1, 2, 3, 4, 5, 6, 7, 8, 9 എഡ്ജസ്. ഈ ഫിഗറിലും അതുപോലെ 10 വെർട്ടക്സ്. എഡ്ജസ് 2, 3, 4, 2, 6, 7, 8, 9. ഇതിൽ ഐസോമോർഫിക് ആണ്. ഇവിടെ 4 വെർട്ടക്സ്. ഇവിടെ 1, 2, 3, 4 വെർട്ടക്സ്. 1, 2, 3, 4, 5, 6 എഡ്ജസ്. ഇവിടെ 1, 2, 3, 4, 5, 6 എഡ്ജസ്. ഇത് നമ്മൾ നേരത്തെ കണ്ട. ഇതിന്റെ ഇടയ്ക്ക് ഒരു പേജ് മറ്റേ കയറിപ്പോയത് സ്കാൻ ചെയ്തപ്പോൾ അത് പറഞ്ഞതാണ്. പേജ് കയറിപ്പോയതാ. ഐസോമോർഫിസം. ഇനി ഈ ഫിഗറിലെ ഐസോമോർഫിസം, ഈ 2 ഗ്രാഫിലെ ഐസോമോർഫിസം ആണ്. ഹിയർ ദ ഐസോമോർഫിസം is given by the following 1-to-1 correspondence. ഇവിടെ 1, 2, 3, 4, 5, 6. അപ്പൊ നിങ്ങൾ എഴുതുമ്പോ ഈ പേജ് റെപ്പറ്റീഷൻ വരല്ലേ, അതിന്റെ റെപ്പറ്റീഷൻ ആണ്. ഈ പേജ് എഴുതരുത്, നേരത്തെ എഴുതിയതാണ്. ഇതിനകത്ത് ഞാൻ മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് അത് മനസ്സിലാവത്തില്ല, മറ്റേ നോട്ടിനകത്ത് അത് കാണത്തില്ല. ഓർത്തോണം, ഇത് എഴുതിയതാണ് നമ്മൾ. അതിന്റെ ഇടയ്ക്ക് ഒന്ന് കയറുക. ഇത് എഴുതേണ്ടതാണ്. അപ്പൊ ഇവിടുത്തെ പേജ് നമ്പർ പറഞ്ഞാല് നിങ്ങൾ എഴുതുമ്പോ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ സാർ. ഇവിടുത്തെ ഐസോമോർഫിസം, ഇതെങ്ങനെയാണ് ഐസോമോർഫിസം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 1, 2, 3, 4, 5, 6 വെർട്ടക്സ്. ഇവിടെയും 1, 2, 3, 4, 5, 6 വെർട്ടക്സ്. ഏതിന് കറസ്പോണ്ടിങ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. U1 V1 കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് U1. ഈ വെർട്ടക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെയുള്ള വെർട്ടക്സ് V1. U2 ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെയുള്ളത് V3 ആണ്. U3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെയുള്ളത് V5 ആണ്. U4 കറസ്പോണ്ടിങ് ആയിട്ട് V2. U5 കറസ്പോണ്ടിങ് ആയിട്ട് V4. Note that U1, U2, U3 are only joined to. അതെങ്ങനെയാണ് അങ്ങനെ പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ U1, U2, U3 അത് U4, U5, U6 മാത്രമേ ജോയിൻ ചെയ്തിട്ടുള്ളൂ. ഇത് തമ്മിൽ ജോയിൻ ചെയ്തിട്ടില്ല. U1, U2 തമ്മിലോ U2, U3 തമ്മിലോ ജോയിൻ ചെയ്തിട്ടില്ല. ഇത് 2 സെറ്റായിട്ട് നിൽക്കും. ഇത് ആദ്യത്തെ ഒരു സെറ്റ്. ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യോജിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ ഇവർ തമ്മിൽ യോജിപ്പിച്ചിട്ടില്ല. Note that U1, U2, U3 are only joined to U4, U5, U6. Similarly, ആ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ഇവിടുത്തെ ഐസോമോർഫിസം വരുന്നത്. അത് രണ്ടാമത്തെ ഫിഗറിലേക്ക് വരുമ്പോഴേ V1, V3, V5, V1, V3, V5 ഇത് മൂന്നും തമ്മിൽ എഡ്ജ് ഇല്ല. V1, V3, V5 തമ്മിൽ യോജിപ്പിച്ചിട്ടില്ല. ഇതിന് മൂന്നിനും മറ്റുള്ളതുമായിട്ട് എഡ്ജ് ഉള്ളൂ. ഇനി എന്താണ്, ഇതും ഐസോമോർഫിസം ആണ്. ഈ ഫിഗറിന് ക്ലാരിറ്റി കുറവൊന്നുമില്ല, ഇതിനും ക്ലാരിറ്റി കുറവില്ല.
പിന്നെ ഇത് വേണമെങ്കിൽ വരയ്ക്കാം. ഇതൊന്നും പിന്നീട് അടുത്ത ആവശ്യമായിട്ട് വരുന്നില്ല. ഇത് കണ്ട മനസ്സിലാവത്തില്ലേ? ഇത് വരയ്ക്കരുതോ? ഞാൻ വേറെ വരയ്ക്കണോ? ഇത് 1 2 3 4 5 6 7. പക്ഷെ നിങ്ങൾ വരയ്ക്കുമ്പോ കുളമാകുന്നുള്ളത്. ആദ്യം സ്റ്റാർ അങ്ങ് വരയ്ക്കുക. ആ സ്റ്റാർ അല്ല, അപ്പൊ ഇങ്ങനെ ഇത്രയും വെർട്ടെക്സ് ഇവിടെ 1 2 3 4 5 വെർട്ടെക്സ് വേറെ. ഇങ്ങനെ എഡ്ജ്, ഇങ്ങനെ എഡ്ജ്, ഇങ്ങനെ എഡ്ജ്, എഡ്ജ്. ഇതുമായിട്ട് ഐസോമോർഫിക് ആയിട്ടുള്ളതാണ്. ഇവിടെ എത്ര? 1 2 3 4 5 6 7 8 9 10 വെർട്ടെക്സ്. ഇതുമായിട്ട് ഐസോമോർഫിക് ആയിട്ടുള്ള 3 എണ്ണം. ഇത് 3 ഐസോമോർഫിക് ആണ്. രണ്ടാമത്തേത് വരയ്ക്കുമ്പോൾ ഈ സാധനം ആദ്യം വരയ്ക്കുക. 3 4 5 6 ഇതങ്ങ് കംപ്ലീറ്റ് ചെയ്യാം. ഇനിയുള്ളതിനകത്ത് ഒന്ന് ഇവിടെ ഒരു വെർട്ടെക്സ് വരും, ഇവിടെ ഒരു വെർട്ടെക്സ് വരും, പിന്നെ ഇവിടെ ഒരെണ്ണം വരും, ഇവിടെ ഒരു വെർട്ടെക്സ് വരും.
vertices 1, 2, 3, 4, 5, 6, 7, 8, 9, 10 vertex. ആദ്യത്തെ ഫിഗറിൽ ഇതൊക്കെയാണ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇതുമായിട്ട് ഐസോമോർഫിക് ആയിട്ടുള്ള അടുത്ത ഒരു ഗ്രാഫാണ് ഈ വരച്ചിരിക്കുന്നത്. അതും വരയ്ക്കാൻ എളുപ്പമാണ്. ആദ്യത്തെ പോലെ സ്റ്റാർ വരയ്ക്കുക. അതാണ് പുതിയ വെർട്ടിസസ്. ഇതെല്ലാം വെർട്ടെക്സ് ആണ്. ഇത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അതാ ഫിഗർ ക്ലിയർ അല്ലാത്ത വരച്ചതാ. അടുത്തതായിട്ട് there are only 4 non-isomorphic simple graphs on 3 vertices. 3 വെർട്ടെക്സ് ഉള്ള ഗ്രാഫ് നമ്മൾ വരയ്ക്കാൻ ശ്രമിച്ചാൽ അത് നോൺ ഐസോമോർഫിക് ആയിട്ട് വരയ്ക്കണമെങ്കിൽ അത് 4 എണ്ണം അങ്ങനെ വരയ്ക്കാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം ഐസോമോർഫിക് ആയിരിക്കും. 3 വെർട്ടെക്സ് ഉള്ള there are only 4 non-isomorphic simple graphs on 3 vertices. 3 വെർട്ടെക്സ് ഉള്ള നോൺ ഐസോമോർഫിക് ആയിട്ടുള്ളത് 3 ഗ്രാഫേ വരയ്ക്കാൻ പറ്റും. ബാക്കിയുള്ളതെല്ലാം 4 എണ്ണം വരയ്ക്കാൻ പറ്റും. ബാക്കിയുള്ളതെല്ലാം ഐസോമോർഫിക് ആയിരിക്കും. അത് കൂടുതൽ വരച്ചു കഴിഞ്ഞാൽ അത് ഐസോമോർഫിക് ആയി പോകും. അതുപോലെ 11/4 4 വെർട്ടെക്സ് ഉള്ള ഗ്രാഫ് വരച്ചാൽ 11 എണ്ണമേ നോൺ ഐസോമോർഫിക് ആയിട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മളിപ്പോ കണ്ടതാണ് 10 വെർട്ടെക്സ് ഉള്ളതിൽ ഇപ്പൊ 3 എണ്ണം വരച്ചത് 3 ഐസോമോർഫിക് ആണ്. ഇവിടെ 1ഉം 6ഉം തമ്മിൽ വെർട്ടെക്സ് ഉണ്ടെങ്കിൽ ഇവിടെയും ഉണ്ട് 1ഉം 6ഉം തമ്മിൽ വെർട്ടെക്സ്. ഈ ഫിഗറിൽ ആദ്യത്തെ ഫിഗറിൽ ഇതെല്ലാം ഇവിടെ 1ഉം 6ഉം തമ്മിൽ വെർട്ടെക്സ് ഉണ്ടെങ്കിൽ
ഇവിടെയും ഉണ്ട് 1 6 തമ്മിൽ വെർട്ടെക്സ്. അതുപോലെ 3യും 2വും തമ്മിൽ ഇവിടെ എഡ്ജ് ഉണ്ടെങ്കിൽ ഇവിടെയും ഉണ്ട് 2വും 3യില്. അത് തന്നെ ഇവിടെയും ഉണ്ട് 2 3 തമ്മിൽ എഡ്ജ് ഇവിടെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ 4 വെർട്ടെക്സ് ഉള്ള 11 ഗ്രാഫെ നോൺ ഐസോമോർഫിക് ആയിട്ട് വരയ്ക്കാൻ പറ്റും. 3 vertices and 11 on 4 vertices. There are 1044 non isomorphic simple graphs on just 7 vertex ഉള്ള ഗ്രാഫ് എടുത്താൽ 1044 നോൺ ഐസോമോർഫിക് സിമ്പിൾ ഗ്രാഫ്സ് വരയ്ക്കാൻ പറ്റും. If 2 graphs G1 and G2 are isomorphic, then they must have, 2 graphs isomorphic ആണെങ്കിൽ they must have the same number of vertices and the same number of edges. Conditions 1 and 2 are not sufficient. The following graphs has the same number of vertices and edges as the graph in figure 111a, but G is not isomorphic to these graphs. എന്താ പറഞ്ഞേ? ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഐസോമോർഫിക് ആകണമെന്ന് നിർബന്ധമില്ല. If 2 graphs G1 and G2 are isomorphic, then they must have, ഐസോമോർഫിക് ആവണമെങ്കിൽ സെയിം നമ്പർ ഓഫ് വെർട്ടെക്സ് ഉണ്ടാവണം, സെയിം നമ്പർ ഓഫ് എഡ്ജസ് ഉണ്ടാവണം. പക്ഷെ ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഐസോമോർഫിക് ആവണം നിർബന്ധമില്ല. Conditions 1 and 2 are not sufficient. The following graph has the same number of vertices and edges as the graphs in figure 111a. എത്ര വെർട്ടെക്സ് ഉണ്ട്? 1 2 3 4 5 6 വെർട്ടെക്സ്. 111a എന്ന് പറയുന്ന ഫിഗർ 111a. 111a ഇവിടെ വരച്ചിട്ടുണ്ടാവില്ല. 111a ഇതാണ് 111a. ഇവിടെയും 6 വെർട്ടെക്സ് ആണുള്ളത്. 1 2 3 4 5 6. ഈ സെയിം നമ്പർ ഓഫ് എഡ്ജസ് മറ്റേ ഫിഗറിലും ഉണ്ട്. ആ 6 വെർട്ടെക്സ് ഉണ്ട്. എത്ര എഡ്ജസ് ഉണ്ട്? 1 2 3 1 2 3 4 5 6 7 8 8 ആണ്. 1 2 3 4 5 6 7 8 9 എഡ്ജസ് ഇവിടെയും കാണണം. 1 2 3 4 5 6 7 8 9. ഇവിടെ ഉള്ള പോലെ 9 എഡ്ജസും 6 വെർട്ടെക്സും ഉണ്ട്. പക്ഷെ ഇത് ഐസോമോർഫിക് അല്ല. ഈ ഇവിടെ പറയുന്ന ഈ വെർട്ടെക്സ് തമ്മിൽ ഇവിടെ എഡ്ജ് കാണത്തില്ല. അങ്ങനെ എഡ്ജ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന 2 കണ്ടീഷൻ സഫീഷ്യന്റ് അല്ല എന്നാണ് പറയുന്നത്. 2 ഗ്രാഫ് ഐസോമോർഫിക് ആകണമെങ്കിൽ ഇത് സഫീഷ്യന്റ് അല്ല. ഇനി കംപ്ലീറ്റ് ഗ്രാഫ്. A complete graph is a simple graph in which each pair of distinct vertices is joined by an edge. A complete graph is a simple graph in which each pair of distinct vertex is joined by an edge. അപ്പൊ ഇവിടെ പറഞ്ഞ ട്രയാങ്കിൾ എന്ന് പറഞ്ഞ ഒരു കംപ്ലീറ്റ് ഗ്രാഫാണ്. ഇതിനകത്ത് 3 വെർട്ടെക്സ് ആണുള്ളത്. 3 വെർട്ടെക്സ് 1 2 3. ഏത് 2 ഡിസ്റ്റിങ്ക്ട് വെർട്ടെക്സ് എടുത്താലും അത് തമ്മിൽ ഒരു എഡ്ജ് ഉണ്ടായിരിക്കണം. Each pair of distinct vertex is joined by an edge. അതിനെയാണ് കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറയുന്നത്. If the complete graph has vertices n vertex ഉണ്ടെങ്കിൽ then the edge set can be given by vi vj, vi not equal to vj or ij 1 2 3 etc. ഇതാണ് 3 വെർട്ടെക്സ് ഉള്ള കംപ്ലീറ്റ് ഗ്രാഫ്. ഇനി 2 വെർട്ടെക്സ് ഉള്ള കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറഞ്ഞ ഇതാണ്. സിംഗിൾ വെർട്ടെക്സ് ഉള്ള കംപ്ലീറ്റ് ഗ്രാഫ് ഇതാണ്. 4 വെർട്ടെക്സ് ഉള്ള കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ 1 2 3
4. ഏത് രണ്ട് ഡിസ്റ്റിങ്ക്ട് വെർട്ടെക്സ് എടുത്താലും അത് തമ്മിൽ എഡ്ജ് വരണം. ഈ വെർട്ടെക്സും ഇതും തമ്മിൽ എഡ്ജ്, ഈ ഡയഗണൽ ആയിട്ട് ഒരു എഡ്ജ് വരണം. ഇതാണ് 4 വെർട്ടെക്സ് ഉള്ള കംപ്ലീറ്റ് 1/2 എഡ്ജസ്. ഇപ്പൊ 3 വെർട്ടെക്സ് ആണ് ഇവിടെ n. ഇതിന്റെ നമ്പർ ഓഫ് എഡ്ജസിന്റെ എണ്ണം n ഇൻറ്റു n മൈനസ് 1/2, അതായത് 3 ഇൻറ്റു 2/2, ദാറ്റ് ഈസ് ഈക്വൽ 3 എഡ്ജസ്. ഇത് 4 വെർട്ടെക്സ് ആണ്. ഇവിടെ അതിന്റെ എഡ്ജിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 4 മൈനസ് 1/2, 4 ഇൻറ്റു 3/2, ദാറ്റ് ഈസ് 3 ഇൻറ്റു 2 ഈസ് ഈക്വൽ 6 എഡ്ജസ് ആണ്. 1 2 3 4 5 6 edges. A complete graph on n vertices has n into n minus 1/2 edges. Complete graph on n vertices is denoted by the symbol kn. ഇതാണ് അതിന്റെ നൊട്ടേഷൻ, kn. Complete graph on 1 vertex. The complete graph on 2 vertex, 1 edge. Complete graph on 3 vertices, 3 edges. 4 vertex, 6 edges, 5 vertex. അതിന്റെ എഡ്ജിന്റെ എണ്ണം 5 ഇൻറ്റു 5 മൈനസ് 1/2, n ഇൻറ്റു n മൈനസ് 1/2, 5 ഇൻറ്റു 4/2, 5 ഇൻറ്റു 2 10 ആണ്. കംപ്ലീറ്റ് ഗ്രാഫ് ഓൺ 5 വെർട്ടിസസ്, 10 എഡ്ജസ്, 6 വെർട്ടെക്സ്. അപ്പോൾ ഇതിലെ എഡ്ജിന്റെ എണ്ണം 6 ഇൻറ്റു 5/2, 6 30/2, 15 എഡ്ജസ് ആണ്. An empty or trivial graph is a graph with no edges. Edges ഒന്നുമില്ലാത്ത ഗ്രാഫിനെയാണ് empty or trivial graph എന്ന് പറയുന്നത്. സമയമായെന്ന് തോന്നുന്നു, 10:31. ഇനിയിപ്പോ നാളെ എടുക്കാം. നിങ്ങൾക്ക് ഇതുപോലെ സമയത്ത് എന്നും പറ്റുമോ നിങ്ങൾക്ക്? കുഴപ്പമില്ല സാർ. ഇനിയിപ്പോ എത്ര പേരുണ്ട് എന്നിട്ട്? 4 5 6 7 8 9 പേരുണ്ട്. കുഴപ്പമില്ലെന്ന് പറയാൻ ഉണ്ടായിരുന്നു സാർ, ഇപ്പൊ ഇറങ്ങിപ്പോയത് കൊറേ. താമസിച്ചപ്പം പോയതാ സാർ. 10:20 ആയപ്പോഴത്തേക്ക് എല്ലാരും ഇറങ്ങി. ശരിയെന്നാ സാർ ഇന്നലത്തെ നോട്ട്